ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞാന്നോ അതോ എപ്പോഴത്തെ കണക്ക് തമാശയായിട്ട് പറഞ്ഞാന്നോ വെറുതെ എന്നെ കളിയാക്കാൻ? എപ്പോഴത്തെ കണക്കല്ല, ഇന്നലെ പറഞ്ഞത് സീരിയസ് ആയിട്ടാണ്. അപ്പൊ ജോലി കളയാൻ തന്നെ തീരുമാനിച്ചു? ആ. പെട്ടെന്ന് അങ്ങനെ തോന്നാനുള്ളൊരു ഇതെന്തുവാ? പെട്ടെന്ന് തോന്നിയതൊന്നുമല്ല. പുതിയ മാനേജർ വന്നതിന് ശേഷം ഒട്ടും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ റിസൈൻ ചെയ്ത് പോയി. നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇനി പറ്റത്തില്ല, അവിടെ നിൽക്കാൻ ഇനി പറ്റത്തില്ല. ഇനി എന്തായാലും എനിക്ക് കുറച്ച് ഒരു ബ്രേക്ക് വേണം. അപ്പൊ ഇനി മുന്നോട്ടുള്ള നമ്മളെ ചെലവുകളും ജീവിതത്തിൽ എങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാ അതെങ്ങനെ നമ്മള് മാനേജ് ചെയ്യും? ഇടയിൽ ചെലവ് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം വല്ല അറ്റാക്ക് വന്ന് ചാവും. എനിക്കൊരു ബ്രേക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അത്രയും നാൾ നീ നോക്ക്, നിനക്കിപ്പോൾ ജോലി ഉണ്ടല്ലോ, കുറച്ച് നാളോ 2-3 മാസം നീ നോക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എന്തെങ്കിലും പരിപാടി നോക്കിക്കോളാം. അയ്യേ, ഞാൻ നോക്കാനോ? നിങ്ങൾക്ക് നാണമില്ലയോ ഇങ്ങനെ ഒന്നും പറയാൻ? ഭാര്യയുടെ ചെലവിലാന്നോ ഭർത്താവ് കഴിയണ്ടെന്നേ? ഇതൊക്കെ നാട്ടു നടപ്പുള്ള കാര്യമല്ലോ ആന്നോ? ഒരു നാണക്കേടും ഇല്ല. ഞാൻ എന്തിനു നാണിക്കുന്നത്? ഞാൻ എന്റെ ഭാര്യയുടെ ചെലവിലല്ലേ ജീവിക്കുന്നത്, അല്ല വേറെ ആരുടെയും ഭാര്യയുടെ ചെലവിലല്ലേ. അങ്ങനെ ഭാര്യയുടെ ചെലവിലാന്നോ ഈ നാട്ടിലെ ഭർത്താക്കന്മാര് ജീവിക്കേണ്ടുന്നത്? എന്റെ പൈസ അങ്ങനെ എടുത്ത് ചെലവാക്കാൻ ഒക്കത്തില്ല. എന്റെ പൈസ എന്റെ ആവശ്യങ്ങൾക്കും എന്റെ സേവിങ്സിനാ. നാളെ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് സേവ് ചെയ്യണ്ടായോ? അതുകൊണ്ട് അതെടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ നാളെ നീ എന്നെ കളഞ്ഞിട്ട് പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് ഇത്രയും നാളായിട്ട് സേവിങ്സ് ഒന്നും ഇല്ല, ഞാനെല്ലാം ഇവിടെ ചെലവാക്കിയത്. നിങ്ങൾക്ക് നാണമില്ലയോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? നല്ല തണ്ടും തടിയുണ്ടല്ലോ, ജോലി ചെയ്ത് അങ്ങോട്ട് ജീവിക്കണം, അല്ലാതെ പെണ്ണുങ്ങളുടെ ചെലവ് ജീവിക്കാൻ നിൽക്കുക കൊള്ളാം. അത് കൊള്ളാം. എന്നാ ഞാൻ റിസൈൻ ചെയ്യുന്നില്ല. നാളെ തൊട്ട് ഇനി തൊട്ട് എനിക്ക് കിട്ടുന്ന ശമ്പളം ഉണ്ടല്ലോ, ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി എന്റെ സേവിങ്സ് ആയിരിക്കും. നിന്റെ ചെലവിനുള്ളത് നീ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നീ അതിൽ നിന്ന് എടുത്ത് ചെലവാക്ക്, ബാക്കി നീ സേവ് ചെയ്താൽ മതി. എനിക്ക് സേവ് ചെയ്യണം. നാളെ നീ എന്നെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാല് എനിക്ക് ജീവിക്കണ്ടേ? ഇത് കൊള്ളാം. ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ ഇങ്ങനെയാണോ പറയേണ്ടുന്നത്? ഞാൻ കോടതിയെ സമീപിച്ചാൽ പോലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടത്തില്ല വിധി. അയ്യോ, കോടതിയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നില്ലേ? ഇപ്പൊ അങ്ങനെയുള്ള സംസാരത്തിലൊന്നും പോണ്ട. നീ എനിക്കൊരു ബ്രേക്ക് വേണം എന്ന് പറഞ്ഞപ്പോ നിന്റെ സംസാരം ഇതേ രീതിയിലായിരുന്നല്ലോ, എനിക്കത് മനസ്സിലായി. അപ്പൊ ഇനി ഞാൻ എന്തോന്ന് വെച്ചാൽ ചെയ്തോ, നീ സേവ് ചെയ്തോ, ഞാനും സേവ് ചെയ്തോ. അതൊന്നും ശരിയാവത്തില്ല. ഇത് പണ്ടൊരു ചൊല്ലുണ്ട്, ഏം പണം നീം പണം. ഞാൻ ബാക്കി പറയുന്നില്ല കേട്ടോ.